ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MA സൈക്കോളജി സെക്കൻഡ് ഇയർ MPCE0022 എന്ന വിഷയം ഒന്ന് അവലോകനം ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം സെക്കൻഡ് ഇയർ എക്സാം എല്ലാം ഈ മാസം പിന്നെ ഒക്ടോബർ സെപ്റ്റംബർ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ച 17th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ സിലബസ് ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് അവൈലബിൾ. അപ്പോൾ ഇതേപോലെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ടു അസസ്മെൻറ്റ്, ഡെഫിനിഷൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ്, ദെൻ ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ്, പിന്നെ മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ്. ആദ്യം നമുക്ക് എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓർ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ ഒബ്സർവിങ് അവർ ബിഹേവിയർ. നമ്മളെ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പ്രൊസീജിയറിനെയാണ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ഓൺ വേർഡ്സിൽ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ മെയിൻ ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ്, അതായത് അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. സെക്കൻഡ്, ഡയഗ്നോസ് സ്റ്റുഡൻസ് പ്രോബ്ലം ടു ഹെൽപ്പ് കരിയർ പ്ലാനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ ദ ഫോർത്ത് വൺ, ടു ഹെൽപ്പ് predict and future performance. The fifth point is evaluate the outcome of counseling. പിന്നെയുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയായിരിക്കണം? അസസ്മെൻറ്റ് ഷുഡ് ബി ഹോളിസ്റ്റിക്. സമഗ്രമായൊരു അസസ്മെൻ്റ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഇത് വായിച്ചു നോക്കേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി ഓൺഗോയിങ് പ്രോസസ്സ് ആയിരിക്കണം. തേർഡ് പോയിന്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. ഫോർത്ത് പോയിന്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി അക്യുറേറ്റ്. ഫിഫ്ത്ത് പോയിന്റ്, അസസ്മെൻറ്റ് ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. പിന്നീടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ്. ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ ഉള്ളിൽ വെർബൽ ആൻഡ് ഫേസ് ടു ഫേസ് മെത്തേഡ് ഉണ്ട്, പാരാവെർബൽ ഉണ്ട്, സിറ്റുവേഷണൽ മെത്തേഡ് ഉണ്ട്, ദെൻ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. പിന്നെയുള്ളത് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷനിൽ പല ടൈപ്സ് മെത്തേഡ് ഉണ്ട്. നാച്ചുറൽ ഒബ്സർവേഷൻ, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ഒബ്സർവേഷൻ മെത്തേഡ്. ദെൻ ന്യൂട്രലാസ്റ്റിക് ഒബ്സർവേഷൻ, അതൊരു സെപ്പറേറ്റ് പോയിൻ്റ് ആയിട്ട് തന്നെയാണുള്ളത്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, ദെൻ പാർട്ടിസിപ്പേറ്റീവ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പിന്നീടുള്ളത് കേസ് സ്റ്റഡി മെത്തേഡ്. ഇതെല്ലാം കൃത്യമായി വായിച്ചു നോക്കേണ്ടവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ അസസ്മെൻറ്റും സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസമാണ്. Assessment should be broader term, but the psychological testing is a narrow term. Assessment is process of collecting information through various techniques such as
formal, informal, qualitative and quantitative assessment, but the psychological test is standardized procedure of measurement designed to measure characteristics such ability, personality, aptitude, interest, etc. The psychological assessment usually also includes that interview, demographic information, medical information, personal history, then observation by others. The psychological testing, example, an intelligence test, personal test, or mental test occurs part of the process of psychological assessment. Then the fourth point of psychological testing is an objective standardized measure of a simple behavior. Fourth point of psychological assessment is an extremely complex process of solving problems, answering questions, in which psychological tests are often used as one of the methods collecting relevant data. Then the fifth point of psychological test is the information collected in is based on the test only, so little is known as client behavior. അതിനാണ് ക്ലൈൻറ്റ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. ദ ഫിഫ്ത്ത് പോയിന്റ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, information collected about the client behavior is more than accurate the detailed. Then testing, it is asked upon which people are asked to try the best achievement test. They measure maximum performance. The seventh point, sixth point refers to the method as to be measure characteristics of people, programs and objectives. In assessment, the assessment process combines the evaluate all the information guaranteed about an individual. Seventh is the test provides only part of the picture about a person. Characteristics of good psychological testing. ഇതൊക്കെയാണ് characteristics. Types of psychological test: intelligence test, test of interest and aptitude test, test of achievement, neuropsychological test, personal test, objective test, അതായത് റേറ്റിംഗ് സ്കെയിൽ ഓർ സെൽഫ് റിപ്പോർട്ട് മെഷർ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ്